നമസ്കാരം. അരവിന്ദ് പനാഗരിയുടെ നേതൃത്വത്തിൽ 16ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പാകെ ഏതൊക്കെ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കണം, ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് അതിൽ വരുത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ ഒരു കോൺക്ലേവ് നടക്കുകയുണ്ടായി. കോൺക്ലേവിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരാവശ്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ വരുമാനം, നികുതി വരുമാനം 50:50, അതായത് നേർ പകുതിയായി പകുതി വീതം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വീതിക്കണം എന്നാണ്. നിലവിലെ രീതി എന്താണെന്ന് വെച്ചാൽ 60% കേന്ദ്രത്തിനും 40% സംസ്ഥാനങ്ങൾക്കുമാണ്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ചില പിഴവുകളുണ്ട്. വലിയ അസന്തുലിതാവസ്ഥ ഇതിൽ പ്രകടമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാരണം 60%-ലധികം ചെലവുകൾ, അതായത് മൊത്തം വരുന്ന ചെലവുകളുടെ 60%-ലധികം വരുന്ന ചെലവുകളും സംസ്ഥാനങ്ങളുടെ തലയിലാണ്. സാമൂഹ്യക്ഷേമം, പെൻഷൻ, മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും ചെലവുകൾ സംസ്ഥാനം ചെയ്യണം. അതുകൊണ്ട് മൊത്തം ചെലവിൻ്റെ 60%-ലേറെ, 63% എന്ന് നമുക്ക് വേണമെങ്കിൽ കൃത്യമായി പറയാം, അത്രയും സംസ്ഥാനങ്ങളുടെ തലയിലാണ്. 37% ചെലവ് മാത്രമാണ് കേന്ദ്രത്തിന് വഹിക്കാനുള്ളത്. അങ്ങനെ ഒരു ചെലവുകളുടെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു ഫോർമുല ഇപ്പോൾ നിലനിൽക്കുമ്പോഴാണ് 60% വരുമാനവും കേന്ദ്രത്തിലേക്ക് പോകുന്നതും 40% മാത്രം സംസ്ഥാനങ്ങളിലേക്ക് വരുന്നതും. ഈ 40% തന്നെ പലപ്പോഴും കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ഒരു കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ, 15ാം ഫിനാൻസ് കമ്മീഷൻ വരെയുള്ള കമ്മീഷനുകൾ ഇത്തരത്തിലുള്ളൊരു ഫോർമുല എഗ്രി ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഡിവിഷൻ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഷെയർ ചെയ്യപ്പെടേണ്ട വരുമാനത്തെ നമ്മൾ വിളിക്കുന്നത് ഡിവിസിബിൾ പൂൾ എന്നാണ്. ആ ഡിവിസിബിൾ പൂളിനകത്തേക്ക് വരുന്ന മൊത്തം നികുതി വരുമാനമാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൊത്തം നികുതി വരുമാനമാണ്. അതിനകത്ത് സെസ്, സർചാർജ് തുടങ്ങിയ ഇനങ്ങളിൽ വരുന്ന ഈ വരുമാനങ്ങളൊന്നും ഈ ഡിവിസിബിൾ പൂളിലേക്ക് ഉൾപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്താ ചെയ്യണേ? വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, കേന്ദ്രത്തിലേക്ക് വരുമാനം കുന്നുകൂട്ടുന്നതിന് വേണ്ടി ഈ ഡിവിസിബിൾ പൂളിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയും സെസ്സും സർചാർജും പരമാവധി ഉയർത്തുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് 17-18% ഈ പറഞ്ഞ സെസ്സും സർചാർജുമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സെസ്സും സർചാർജും ഡിവൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. അതുകൊണ്ട് ഈ 40% എന്നുള്ളതും ഫലത്തിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് 50-50 എന്ന ഫോർമുലയിൽ തന്നെ ഡിവൈഡ് ചെയ്യണം. അത് തന്നെ കുറവാണ്. കാരണം 60%-ലേയും ചിലവ് വഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കിട്ടണ്ടേ. ഈ പബ്ലിക് ഫിനാൻസിനെ സംബന്ധിച്ചിട്ടുള്ള ചില വിദഗ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് പോരാ, 60% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം, 40% മാത്രം കേന്ദ്രത്തിൽ പോകാവൂ എന്ന് അഭിപ്രായപ്പെടുന്ന പബ്ലിക് ഫിനാൻസ് വിദഗ്ധന്മാരുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരും ഇതൊന്നും കേൾക്കുന്നില്ല. ഫിനാൻസ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കോൺക്ലേവിൽ ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പണം നൽകുമ്പോഴും ഇതിലുണ്ടാവുന്ന കാലതാമസവും പലപ്പോഴും യഥാർത്ഥത്തിൽ കിട്ടേണ്ട തുക കിട്ടാതെയൊക്കെ വരുമ്പോൾ വലിയ പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനങ്ങൾ പോവുകയാണ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രവിഹിതം യഥാസമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ വേതനം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. സ്കൂൾ പാചക ജോലിക്കാരുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ, അവർക്ക് കേന്ദ്രവിഹിതം കുറച്ച് ഉണ്ട്. പക്ഷേ കേന്ദ്രവിഹിതം യഥാസമയം കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇത് കിട്ടുന്നത് വരെ അവരുടെ വേതനം തടഞ്ഞു വെക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ വീട് നിർമ്മിക്കുന്ന പദ്ധതി,
അതിൻ്റെ പേര് ഗംഭീരമാണ്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള പേരുകളൊക്കെ അതിനുണ്ട്. പക്ഷെ അതിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് നാമമാത്രമായിട്ടുള്ള തുകയാണ്. ആ നാമമാത്ര തുക പോലും പലപ്പോഴും കിട്ടുന്നില്ല. പക്ഷേ ആളുകൾക്ക് വീടില്ലെങ്കിൽ, ഈ പൈസ കിട്ടിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയാണ് തെരുവിളിക്കുക. അതിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെയാണ് വാർദ്ധക്യ പെൻഷൻ, മറ്റ് ക്ഷേമ പെൻഷനുകൾ, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ ചെലവുകളും സംസ്ഥാന സർക്കാരിൻ്റെ പെടലിൽ വരികയും അതിനുള്ള വിമർശനങ്ങൾ മുഴുവൻ സംസ്ഥാന സർക്കാരിലേക്ക് വരുമ്പോൾ കേന്ദ്രം അങ്ങ് കൈയഴുകി മാറിയിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. എന്ത് വലിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു തന്നാട്ടെ. എന്ത് വലിയ മഹാകാര്യങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി ഈ 10 വർഷം കഴിഞ്ഞ 3ാം മോഡി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊന്ന് പറയണം. അപ്പോൾ അത്തരത്തിൽ വലിയ അനോമലി, വലിയൊരു തെറ്റായ പ്രവണത ഈ സംസ്ഥാനങ്ങളുമായി നികുതി വരുമാനം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒട്ടേറെ വിഷയങ്ങൾ കോൺക്ലേവിൽ വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് ചില കാര്യങ്ങളിൽ വരുന്ന കുറവുകളൊക്കെ വിശദമായി, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ അടിയന്തരമായി ചെയ്യേണ്ട ഈ 16ാം ധനകാര്യ കമ്മീഷൻ ഈ നികുതി വരുമാനത്തെ കുറഞ്ഞത് പകുതിയായിട്ടെങ്കിലും ഭാഗിക്കാൻ തയ്യാറാവണം. സംസ്ഥാനങ്ങളുടെ പെടലിൽ എല്ലാ ചെലവുകളും ഇട്ടുകൊണ്ട് സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന ഒരു രീതി ഇനി അവസാനിപ്പിക്കേണ്ടിയിരുന്നു. അതായത് ഫിനാൻസ് കമ്മീഷൻ അവാർഡിങ്ങിൻ്റെ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ക്രൈറ്റീരിയ സംബന്ധിച്ച്, എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചൊക്കെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പിൻ്റെ മുൻകൈയിൽ ഇത്തരത്തിലുള്ളൊരു കോൺക്ലേവ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പ്രത്യേകിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു നീക്കം നടത്തേണ്ടതുണ്ട്. അത് ആവശ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഫെഡറലിസത്തെ, തദ്വാര ഇന്ത്യയുടെ ഫെഡറലിസത്തെ തന്നെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ തരത്തിലുള്ള ഒരു അനോമലിക്കെതിരെ ജനകീയ രോഷം കൂടി ശക്തമായി ഉയർന്നു വരേണ്ടതും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.